dear students, welcome back to our channel. നമ്മുടെ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോ സെക്ഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത GST അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന പോർഷനിലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ബേസ് ചെയ്താണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് എന്നാൽ പ്രോബ്ലംസിലോട്ട് കടക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Find the amount of bill for the following interstate transaction of goods or services. ഗുഡ്സ് ഓർ സർവീസസിന്റെ ഇന്റർസ്റ്റേറ്റ് ട്രാൻസാക്ഷന്റെ എമൗണ്ട് ഓഫ് ബില്ല് കണ്ടെത്താനാണ് പറയുന്നത്. കുറച്ച് ഹിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെ? MRP തന്നിട്ടുണ്ട്, അതുപോലെ ഡിസ്കൗണ്ട്, ദെൻ CGST സെൻട്രൽ GST കൂടെ തന്നിട്ടുണ്ട്. Then MRP 12,000 ഉണ്ട്, 15,000, 9,500 and 18,000. അതിന് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്കൗണ്ട്, എത്ര ശതമാനമാണ് ഡിസ്കൗണ്ട്, എത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് എന്നും CGST എത്ര പെർസെൻറ്റേജ് ആണെന്നും നൽകിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇനി കാണാൻ പറയുന്നത് എന്താണ്? ഫൈൻഡ് ദ എമൗണ്ട് ഓഫ് ബിൽ. എമൗണ്ട് ഓഫ് ബില്ലാണ് കാണാൻ പറയുന്നത്. നമുക്ക് എന്നാൽ ആൻസറിലോട്ട് കടക്കാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്റർസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ എമൗണ്ട് ഓഫ് ബിൽ കണ്ടെത്താനാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? ഡിസ്കൗണ്ട്, അതുപോലെ സെല്ലിംഗ് പ്രൈസ്, ദെൻ പെർസെൻറ്റേജ് ആൻഡ് IGST. ഓക്കെ, നമുക്ക് MRPയും ഡിസ്കൗണ്ട് എത്ര ശതമാനം ഡിസ്കൗണ്ട് ആകാം എന്നുള്ളതും തന്നിട്ടുണ്ട്, അതുപോലെ CGST എത്ര ശതമാനം എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് MRPയും ഡിസ്കൗണ്ട് പെർസെൻറ്റേജും ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ട് കണ്ടെത്താം അല്ലെ. ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് MRPയിൽ എത്ര ഡിസ്കൗണ്ട് ഉണ്ട്? ഇവിടുത്തെ MRP 12,000 MRPക്ക് 30% വരെ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ 30% ഓഫ് MRP 12,000 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതുപോലെ ഇവിടെ 15,000 ആണ് MRP, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് 20. അങ്ങനെയാണെങ്കിൽ 20% ഓഫ് 15,000 ആണ് ഇവിടുത്തെ ഡിസ്കൗണ്ട്. ദാറ്റ് MRP 9,500, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് 30. അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 30% ഓഫ് 9,500. Then 18,000 MRP, then discount percentage 40. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഡിസ്കൗണ്ട് എന്തായിരിക്കും? 40% ഓഫ് എത്രയാ? 18,000. ഓക്കെ ആണല്ലോ. നമുക്ക് ഇവിടുത്തെ ഡിസ്കൗണ്ട് എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് എങ്ങനെയാ കണ്ടെത്തേണ്ടത്? നമുക്ക് നൽകിയിട്ടുള്ള MRPയിൽ നിന്ന് ഡിസ്കൗണ്ട് സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? ഇവിടത്തെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ MRP എന്ന് പറയുന്നത് ഇവിടെ എത്രയാ? 12,000 നിന്ന് ഇവിടുത്തെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 3,600 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെല്ലിംഗ് പ്രൈസ് കിട്ടും അല്ലെ. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നെക്സ്റ്റ് MRP എന്ന് പറയുന്നത് 15,000. ദെൻ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഡിസ്കൗണ്ട് 3,000 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് കിട്ടും. അങ്ങനെ നമുക്ക് ഓരോന്നിന്റെ സെല്ലിംഗ് പ്രൈസ് കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണക്കാക്കാനായിട്ട് സാധിക്കും. നമുക്ക് അങ്ങനെ സെല്ലിംഗ് പ്രൈസ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ CGST എത്ര പെർസെൻറ്റേജ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ IGSTയുടെ എത്ര ശതമാനമാണ് IGST എന്ന് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ്? CGSTയുടെ ഡബിൾ എന്ന് പറയുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? IGSTയുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതായത് 6 × 2 ദാറ്റ് ഈസ് 12. ഇതാണ് നമുക്ക് കിട്ടുന്ന എന്താണ്? IGSTയുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് നൽകിയിട്ടുള്ള CGSTയുടെ എന്തായിരിക്കും? ഡബിൾ ആയിരിക്കും നമുക്ക് കിട്ടേണ്ടത് IGST. ദാറ്റ് ഈസ് ഇവിടുത്തെ CGST 9 ആണെങ്കിൽ IGST 9 × 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 18. ദെൻ ഇവിടെ CGST 14 ആണെങ്കിൽ 14 × 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 28. ദെൻ ഇവിടെ CGST 2.5, ദെൻ 2.5 × 2 എന്ന് പറയുന്നത് 5. അപ്പോൾ CGST എത്രയാണോ അതിന്റെ ഡബിൾ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? IGST എന്ന് പറയുന്നത്. ഇനി നമുക്ക് IGST എത്ര ശതമാനമാണെന്ന് കിട്ടിക്കഴിഞ്ഞു അല്ലെ. എത്ര പെർസെൻറ്റേജ് IGST എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ IGST എന്താണെന്ന് നമുക്ക് കണ്ടെത്താം. ദെൻ IGST എന്ന് പറയുന്നത് IGST പെർസെൻറ്റേജ് എത്രയാണോ കിട്ടിയത് അത്രയും പെർസെൻറ്റേജ് ഓഫ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? IGST. ദാറ്റ് ഈസ് ഇവിടുത്തെ IGST പെർസെൻറ്റേജ് 12 ആണെങ്കിൽ 12% ഓഫ് ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെല്ലിംഗ് പ്രൈസ് എത്രയാ?
8,400. That is the IGST. Then next, IGST percentage 18. Then 18% of selling price 12,000. Then 28% of selling price 6,650. Then next, IGST percentage എത്രയാ 5. Then 5% of selling price എന്ന് പറയുന്നത് 10,800. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴായിരിക്കും എന്ത് കിട്ടുന്നത്? IGST കിട്ടുന്നത്. Then IGST കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി എമൗണ്ട് ഓഫ് ബില്ല് കിട്ടാനായിട്ട് നമ്മൾ ഏതിൻ്റെയൊക്കെ ടോട്ടൽ എടുക്കണം? സെല്ലിംഗ് പ്രൈസിന്റെയും IGSTയുടെയും ടോട്ടൽ എടുത്താലേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ? എമൗണ്ട് ഓഫ് ബില്ല് ചെക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ടോട്ടൽ എമൗണ്ട് ഓഫ് ബില്ല് എന്ന് പറയുന്നത് എങ്ങനെയാ? സെല്ലിംഗ് പ്രൈസ് പ്ലസ് IGST. ദാറ്റ് ഈസ് സെല്ലിംഗ് പ്രൈസ് ഈസ് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 37,850 പ്ലസ് then IGST യുടെ ടോട്ടൽ 5,570. that is rupees 43,420. ഇതാണ് നമ്മുടെ ടോട്ടൽ എമൗണ്ട് ഓഫ് ബിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, goods or services are sold from Agra, UP to Kanpur, UP for rupees 20,000 and then from Kanpur to Jaipur, Rajasthan, if the rate of GST is 18% and the profit made at Kanpur is rupees 5,000. Find a part the net GST payable by the dealer at Kanpur, B part the cost of goods and or services at Jaipur. ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഗുഡ്സ് ഓർ സർവീസസ് ആഗ്രയിൽ നിന്ന് കാൺപൂർ വരെ സോൾഡ് ചെയ്ത റുപ്പീസ് എന്ന് പറയുന്നത് എത്രയാ? 20,000 റുപ്പീസിനാണ് ആഗ്രയിൽ നിന്ന് കാൺപൂരിലോട്ട് സോൾഡ് ചെയ്തത്. ആൻഡ് ദെൻ കാൺപൂർ ടു വേറെ എവിടെയാ? ജയ്പൂരിലോട്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, ആഗ്രയും കാൺപൂർ എന്ന് പറയുന്നത് എവിടെയാ? UPയിലുള്ള പ്ലേസസ് ആണ് അല്ലേ. സോ അതെന്ന് പറയുന്നത് ഒരു ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. ആഗ്രയിൽ നിന്ന് കാൺപൂരിലോട്ട് നടക്കുന്നത് ഒരു ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ കാൺപൂരിൽ നിന്ന് ജയ്പൂരിലോട്ട് കൊടുത്തപ്പോൾ കാൺപൂർ എവിടെയാ? UP ആൻഡ് ജയ്പൂർ എന്ന് പറയുന്നത് എവിടെയാ? രാജസ്ഥാൻ. സോ അവിടെ നടക്കുന്നത് ഒരു ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണ് കാൺപൂർ ടു ജയ്പൂരിലോട്ട് നടക്കുന്നത്. ഇഫ് ദ റേറ്റ് ഓഫ് GST നൽകിയിട്ടുണ്ട് ഇവിടെ 18%. then കാൺപൂരിൽ നിന്ന് ജയ്പൂരിലോട്ട് പോകുമ്പോൾ and the profit made at കാൺപൂർ, കാൺപൂരിൽ ഉണ്ടാവുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാ? rupees 5,000. then find a part the net GST payable by the dealer at കാൺപൂർ, കാൺപൂരിലെ ഡീലറിൽ നടക്കുന്ന നെറ്റ് GST എത്രയാ? then B part the cost of goods or services at ജയ്പൂർ, ജയ്പൂരിലെ ഗുഡ്സ് ഓർ സർവീസസിന്റെ കോസ്റ്റ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. when the product is sold from Agra to Kanpur, ആഗ്രയിൽ നിന്ന് കാൺപൂരിലോട്ടുള്ള പ്രോഡക്റ്റ് സോൾഡ് ചെയ്തത് എന്ത് ട്രാൻസാക്ഷൻ വഴിയാണ്? ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ വഴിയാണ്. then for the dealer in Agra, ആഗ്രയിൽ നടക്കുന്ന ഡീലറിന്റെ ഇതാണ്. then ഫസ്റ്റ് നമുക്ക് നൽകിയിട്ടുണ്ട് ഇവിടെ ആഗ്ര ടു കാൺപൂരിൽ നടക്കുന്ന സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് എത്രയാ? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് is equal to rupees 20,000. സെല്ലിംഗ് പ്രൈസ് എത്രയാ ക്വസ്റ്റ്യനിൽ പറയുന്നത്? rupees 20,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ GST, the rate of GST എന്ന് പറയുന്നത് 18% ആണ്. റേറ്റ് ഓഫ് GST എത്രയാ? 18% ആണ്. GST നമുക്ക് 18% എന്ന് അറിയാമെങ്കിൽ CGSTയും SGSTയും കണ്ടെത്തിക്കൂടെ? then ഇവിടെ പറയുന്നത് ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആകുമ്പോൾ IGSTയുടെ ആവശ്യം ഉണ്ടോ? ഇല്ലല്ലേ. ഇവിടെ ആവശ്യം ഏതൊക്കെയാ? CGSTയും SGSTയും. CGST എന്ന് പറയുന്നത് 18% ആണ് ഇവിടെ GST എന്ന് അറിയാം അല്ലേ. അതിന്റെ 0.5% ആയിരിക്കും എന്തെന്ന് പറയുന്നത്? CGST. that is 9% of selling price. CGST എന്ന് പറയുന്നത് എന്തായിരിക്കും? സെല്ലിംഗ് പ്രൈസിന്റെ 9% ആയിരിക്കും ഇവിടെ CGST. that is 9/100 into rupees 20,000. then ഈ 2 zeros തമ്മിൽ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് പോവാം. 1,800 എന്ന് കിട്ടിക്കഴിഞ്ഞു.
സോ CGST 1800 ആണെങ്കിൽ ഇവിടുത്തെ SGST എന്ന് പറയുന്നതും എന്തായിരിക്കും CGST ഈക്വൽ തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് SGST എന്ന് പറയുന്നതും എന്ത് തന്നെ ആയിരിക്കും 1800 തന്നെ ആയിരിക്കും. അതായത് GSTയുടെ ഹാഫ് ആയിരിക്കും. GST പെർസെന്റേജിന്റെ ഹാഫ് പെർസെന്റേജ് ആയിരിക്കും ഇവിടെ SGST എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 9% ഓഫ് സെല്ലിംഗ് പ്രൈസ് തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1800. ഓക്കെ ആണല്ലോ. Then next, when the product is sold from Kanpur to Jaipur, കാൺപൂരിൽ നിന്ന് ജയ്പൂരിലോട്ട് പോകുന്ന പ്രോഡക്റ്റ്, അതായത് സോൾഡ് ആവുന്നത് എന്ത് സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണ്? ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണ്. കാരണം എന്താണ്? രണ്ടും രണ്ട് സ്റ്റേറ്റ്സിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസാക്ഷൻ നടക്കുന്നത്. സോ ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? നമുക്കിവിടെ IGSTയുടെ വാല്യൂ കൂടെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. For the dealer in Kanpur, കാൺപൂരിലെ ഡീലർ എന്ന് പറയുന്നത് ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ ആഗ്രയിലെ ഡീല് നടന്ന പോലെ അവിടുത്തെ കിട്ടിയ SGSTയും CGSTയുടെയും ടോട്ടൽ സമ്മാണ് എന്തെന്ന് പറയുന്നത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദി സം ഓഫ് ദി സെൻട്രൽ GST ആൻഡ് ദി സ്റ്റേറ്റ് GST. ഇവ രണ്ടിന്റെ സം എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. സോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? ₹3600 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ്, അതായത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ₹20,000 തന്നെയാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് കാൺപൂരിലുള്ള പ്രോഫിറ്റ് ഈസ് ₹5,000. then profit is equal to പ്രോഫിറ്റ് എന്ന് പറയുന്നത് ₹5,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. then നമുക്ക് കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റും കിട്ടിയാൽ ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് എങ്ങനെ കണക്കാക്കാം? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് പ്ലസ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ്. കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. കോസ്റ്റ് പ്രൈസ് എത്രയാ? 20,000 പ്ലസ് പ്രോഫിറ്റ് 5,000. ദാറ്റ് ഈസ് ₹25,000. ₹25,000 ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. സെല്ലിംഗ് പ്രൈസ് എങ്ങനെയാ നമുക്ക് കിട്ടിയേ? കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ചെയ്തപ്പോഴാണ് നമുക്കിവിടെ സെല്ലിംഗ് പ്രൈസ് കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് GST എന്ന് പറയുന്നത് 18% എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? സോ നമുക്ക് അത് വെച്ച് IGST കണക്കാക്കി കൂടെ? IGST എന്ന് പറയുന്നത് ഈക്വൽ ടു 18% ഓഫ് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസിന്റെ 18% ആണ് IGST എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 18/100 ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് ഇവിടെ എത്രയാ കിട്ടിയേ? 25,000. 2 zeros നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ദാറ്റ് ഈസ് 250 ഇൻറ്റു 18 എന്ന് പറയുന്നത് 250 ഇൻറ്റു 18 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ടു ₹4,500. A part question എന്ന് പറയുന്നത് the net GST payable by the dealer at Kanpur. കാൺപൂരിലെ നെറ്റ് GST പേയബിൾ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമുക്ക് കിട്ടിയ IGST, അതായത് ഇതെന്ന് പറയുന്ന ഔട്ട്പുട്ട് IGST ആണ്. ഔട്ട്പുട്ട് IGSTയിൽ നിന്ന് നമുക്ക് ഇൻപുട്ട് ആയിട്ട് കിട്ടിയ GST എന്ത് ചെയ്താൽ മതി? നമുക്ക് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, നെറ്റ് GST paid by the dealer at Kanpur എന്ന് പറയുന്നത് ഔട്ട്പുട്ട് GSTയിൽ നിന്ന് ഇൻപുട്ട് GST എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്താൽ മതി. ഔട്ട്പുട്ട് GST 4,500 മൈനസ് ഇൻപുട്ട് GST എന്ന് പറയുന്നത് 3,600. ദാറ്റ് ഈസ് 4,500ൽ നിന്ന് 3,600 മൈനസ് ചെയ്യുമ്പോൾ ₹900. ഇതാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് നെറ്റ് GST എന്ന് പറയുന്നത്. B part, the cost of goods or services at Jaipur. ജയ്പൂരിലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് കാണാനാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി ബി പാർട്ട് കാണാനായിട്ട്? നമ്മുടെ സെല്ലിംഗ് പ്രൈസ്, കാൺപൂരിലെ ഡീലറുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 25,000, അവിടുത്തെ IGST എന്ന് പറയുന്നത് 4,500. ഇതിന്റെ രണ്ടിന്റെ സം എടുത്താൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് അറ്റ് ജയ്പൂരിലെ നമുക്ക് കിട്ടും. ജയ്പൂരിലെ
ഗുഡ്സ് ഓർ സർവീസസിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ? സെല്ലിംഗ് പ്രൈസ് ഓഫ് ഡീലർ ഇൻ കാൺപൂരിൽ നടക്കുന്ന സെല്ലിംഗ് പ്രൈസ് then plus IGST. Therefore, the cost of goods or services at Jaipur is equal to selling price in Kanpur plus IGST, that is rupees 29,500. Then ഈ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടെ പറയാം. നമുക്ക് goods or services are sold from Agra to Kanpur for rupees 20,000 and then from Kanpur to Jaipur. If the rate of GST is 18% and the profit made at Kanpur is 5,000, find A part the net GST payable by the dealer at Kanpur, B part the cost of goods or services at Jaipur. Then നമ്മുടെ ഗുഡ്സ് ഓർ സർവീസസ് എന്ന് പറയുന്നത് ആഗ്രയിൽ നിന്ന് കാൺപൂർ വരെയുള്ള സോൾഡ്, അത്രയും സോൾഡ് ചെയ്തത് എത്ര റുപ്പീസിലാ? rupees 20,000. ദെൻ ഫസ്റ്റ് നമ്മൾ ഡീലർ ഇൻ ആഗ്ര ടു കാൺപൂർ എന്ന് പറയുന്നത് ഒരു ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ, അതായത് ഒരു സ്റ്റേറ്റിനുള്ളിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് അവിടെ IGSTയുടെ വാല്യൂ എന്നതിൻ്റെ ആവശ്യമില്ല. IGST എത്രയാണെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല. സോ ആഗ്രയുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാ? rupees 20,000. അപ്പോൾ IGST വേണ്ട, പക്ഷെ അവിടെ സെൻട്രൽ GST ആൻഡ് സ്റ്റേറ്റ് GST നമുക്ക് കണക്കാക്കണം അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യനിൽ GST എന്ന് പറയുന്നത് 18% എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ CGST ആൻഡ് SGST എന്ന് പറയുന്നത് ദി ഹാഫ് ഓഫ് ദി 18%ൻ്റെ ഹാഫ് വാല്യൂ ആയിരിക്കും. ദാറ്റ് ഈസ് CGST എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? 9% ഓഫ് സെല്ലിംഗ് പ്രൈസിൻ്റെ 9% ആണ് നമ്മുടെ CGST. അതുപോലെ തന്നെ SGST എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഫോർ ദ ഡീലർ ഇൻ ആഗ്രയുടെ കാര്യം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പോകുന്നത് ഫോർ ദ ഡീലർ ഇൻ കാൺപൂർ ടു ജയ്പൂരിൽ നടക്കുന്നത് ഒരു ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണ്. അതായത് 2 സ്റ്റേറ്റ്സ് തമ്മിലുള്ളൊരു ട്രാൻസാക്ഷൻ ആണ്. സോ അവിടെ നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്? IGST ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അതായത് നേരത്തെ കിട്ടിയ CGSTയും SGSTയുടെ സം എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടിക്കഴിഞ്ഞു. ദെൻ കോസ്റ്റ് പ്രൈസ് എന്ന് പറയാൻ നമുക്കറിയാം rupees 20,000. പിന്നെ അവിടെ എന്തുണ്ട്? അവിടെ പ്രോഫിറ്റ് ഉണ്ട് അല്ലെ കാൺപൂരിൽ, ദാറ്റ് ഈസ് 5,000. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എങ്ങനെ കണ്ടെത്താം? കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ചെയ്താൽ നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടും. ഓക്കെ, ദെൻ GST എന്ന് പറയുന്നത് 18% എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ IGST എന്ന് പറയുന്നത് എന്തായിരിക്കും? 18% ഓഫ് സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? IGST എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇനി A പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ദി നെറ്റ് GST പേയബിൾ ബൈ ദി ഡീലർ അറ്റ് കാൺപൂരിൽ നടക്കുന്ന നെറ്റ് GST എത്രയാണെന്നാണ്. നെറ്റ് GST കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് GSTയിൽ നിന്ന് ഇൻപുട്ട് GST എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, ദെൻ B പാർട്ട് എന്ന് പറയുന്നത് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് അറ്റ് ജയ്പൂരിലെ ഗുഡ്സ് ഓർ സർവീസസിൻ്റെ കോസ്റ്റ് എത്രയാണെന്നാണ്. നമുക്ക് കിട്ടിയ കാൺപൂരിൽ കിട്ടിയ സെല്ലിംഗ് പ്രൈസ് പ്ലസ് IGSTയുടെ സം എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ദി കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് അറ്റ് ജയ്പൂർ. Next question. For a trader, market price of a refrigerator rupees 15,680 inclusive of GST and the rate of 12% on the market price. Gagan, a customer for this refrigerator, asked the trader to reduce the market price of the refrigerator to such extent that its reduced price plus GST on it is equal to market price of the refrigerator. Find the required reduction. റെഫ്രിജറേറ്ററിന്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ₹15,680. ദെൻ അതിൽ GST ഇൻക്ലൂസീവ് അടങ്ങിയിരിക്കുന്ന GST എന്ന് പറയുന്നത് എത്രയാ? 12%. ഓൺ ദ മാർക്കറ്റ് പ്രൈസിൽ അടങ്ങിയിട്ടുള്ള GST ആണ് 12%. ഗഗൻ എ കസ്റ്റമർ, ഗഗൻ എന്ന് പറയുന്ന ഒരു കസ്റ്റമർ ആണ്. Ask the trader, ട്രേഡറിനോട് എന്ത് പറഞ്ഞു? To reduce the market price of the refrigerator to such extent that its reduced price plus GST on it is equal to the market price of the refrigerator.
അങ്ങനെയാണെങ്കിൽ കസ്റ്റമർ എന്തോന്നാണ് ട്രേഡറിന്റെ അടുത്ത് പറഞ്ഞത്, ഈ മാർക്കറ്റ് പ്രൈസിനെ എന്ത് ചെയ്യാനാണ് പറയുന്നത്, കുറച്ച് റിഡക്ഷൻ അതായത് റെഡ്യൂസ് ചെയ്യാനാണ് പറയുന്നത്. ആ റെഡ്യൂസ് ചെയ്ത പ്രൈസിലൂടെ എന്ത് ആഡ് ചെയ്യാൻ, GST ആഡ് ചെയ്ത് മാർക്കറ്റ് പ്രൈസുമായിട്ട് റെഫ്രിജറേറ്ററിന്റെ മാർക്കറ്റ് പ്രൈസുമായിട്ട് ഇത് ഈക്വൽ ആണോ എന്ന് നോക്കാനാണ്. Then find the required reduction. എത്ര റിഡക്ഷൻ വന്നു എന്ന് അറിയാനായിട്ടാണ് ഗഗൻ എന്ന കസ്റ്റമർ ട്രേഡറോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഫസ്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, ലെറ്റ് us assume the market price. നമുക്ക് ഇവിടെ GST എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള മാർക്കറ്റ് പ്രൈസ് ആണ് 15,680 എന്ന് അറിയാന്നുള്ളത് അല്ലേ. നമ്മൾ ഇവിടെ ഇനി അസ്യൂം ചെയ്യുന്നത് എന്താണ്, മാർക്കറ്റ് പ്രൈസിന് മാത്രമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അസ്യൂം ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, let us assume the market price of the refrigerator be rupees X. അസ്യൂം ചെയ്ത മാർക്കറ്റ് പ്രൈസ്, റെഫ്രിജറേറ്ററിന്റെ മാർക്കറ്റ് പ്രൈസ് എന്തായിട്ട് അസ്യൂം ചെയ്തേ, X ആയിട്ട് അസ്യൂം ചെയ്തേ. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്രയാ GST പറയുന്നത്, GST എന്ന് പറയുന്നത് എത്രയെന്നാ പറഞ്ഞിട്ടുള്ളത്, = 12% എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. GST എന്ന് പറയുന്നത് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്, 12% എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒറിജിനൽ മാർക്കറ്റ് പ്രൈസുമായിട്ട് നമ്മൾ ഇത് എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇക്വേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ അസ്യൂം ചെയ്ത അസ്യൂം ചെയ്ത മാർക്കറ്റ് പ്രൈസ് പ്ലസ് X പ്ലസ് 12% ഓഫ് മാർക്കറ്റ് പ്രൈസ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള മാർക്കറ്റ് പ്രൈസ് എത്ര പെർസെന്റേജ് എന്നാ പറയുന്നത്, 12% എന്നല്ലേ. നമ്മളപ്പോ ഇവിടെ അസ്യൂം ചെയ്ത മാർക്കറ്റ് പ്രൈസ് എത്രയാ, X. അപ്പൊ ആ എക്സിന്റെ എന്ത് തന്നെയായിരിക്കും, എക്സിന്റെയും ഇപ്പൊ അസ്യൂം ചെയ്ത മാർക്കറ്റ് പ്രൈസിന്റെയും എത്ര പെർസെന്റേജ് ആണ് അവിടെ GST അടങ്ങുന്നത്, 12% ഓഫ് X ഈക്വൽ ടു നമ്മുടെ യഥാർത്ഥ റെഫ്രിജറേറ്ററിന്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 15,680. ഓക്കെ ആണോ. നമ്മളിവിടെ എഴുതിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ അസ്യൂം ചെയ്ത മാർക്കറ്റ് പ്രൈസ്, റെഫ്രിജറേറ്ററിൽ അസ്യൂം ചെയ്ത മാർക്കറ്റ് പ്രൈസ് ആണ് X പ്ലസ് അതിലടങ്ങുന്ന GST അത് എത്രയാണ്, 12%. അപ്പൊ ഇത് രണ്ടിന്റെ സം എന്ന് പറയുന്നത് എത്രയാ, 15,680. ഓക്കെ, ദാറ്റ് ഈസ് X പ്ലസ് 12/100 നമുക്ക് 0.12x എന്ന് എഴുതാം അല്ലെ, = 15,680. Then 1 plus 0.12, 1.12x = 15,680. Therefore x എന്ന് പറയുന്നത് എന്തായിരിക്കും, 15,680 by 1.12 നമുക്ക് ചെയ്ത എന്ത് കിട്ടും, എക്സിന്റെ പ്രൈസ് കിട്ടും. നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, നമുക്ക് ഡിനോമിനേറ്ററിൽ ഡെസിമൽ പോയിന്റ് വരുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ നോക്കാം, 15,680 by 1.12 ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. സോ ഡെസിമൽ പോയിന്റ് അതായത് ഡിനോമിനേറ്റർ പ്ലേസിൽ ഇവിടെ ഡെസിമൽ വരുന്നുണ്ട്. ഡെസിമൽ കഴിഞ്ഞ എത്ര ഡിജിറ്റ് ആണുള്ളത്, 1 2. ദെൻ നമ്മൾ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിൽ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ്സ് ആണോ ഉള്ളത് അത്രയും നമ്പേഴ്സ് യൂസ് ചെയ്ത് പവർ 10ന്റെ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1.12 into 100. ദെൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ നമുക്ക് ഇനി ഇത് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും, നമുക്ക് ആൻസർ കിട്ടും. ദെൻ ഡിവൈഡ് ചെയ്യുമ്പോൾ ₹14,000. നമുക്ക് എക്സ് നമ്മൾ അസ്യൂം ചെയ്ത റെഫ്രിജറേറ്ററിന്റെ മാർക്കറ്റ് പ്രൈസ് എത്രയാ കിട്ടിയത്, ₹14,000 എന്ന് കിട്ടിക്കഴിഞ്ഞു. ലെറ്റ് ₹Y be the price reduction asked by ഗഗൻ. ഗഗൻ ആവശ്യപ്പെട്ട പോലെ നമ്മൾ ഇനി പ്രൈസ് റിഡക്ഷൻ അതായത് പ്രൈസ് എത്രത്തോളം നമുക്ക് റെഡ്യൂസ് ചെയ്യാം, റിഡക്ഷൻ നടക്കുമെന്നാണ് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് റിഡക്ഷൻ നമ്മൾ എന്തായിട്ട് അസ്യൂം ചെയ്തു, ₹Y എന്ന് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ന്യൂ പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ന്യൂ പ്രൈസ് എന്ന് പറയുന്നത് rupees നമുക്ക് അസ്യൂം ചെയ്ത പ്രൈസ് എന്ന് പറയുന്നത് 14,000 അല്ലേ. ആ 14,000 നിന്ന് റിഡക്ഷന്റെ പ്രൈസ് അതായത് പ്രൈസ് റിഡക്ഷൻ Y മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്, നമ്മുടെ ന്യൂ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടുത്തെ GSTക്ക് വീണ്ടും മാറ്റമില്ല. GST എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, 12% തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് ന്യൂ പ്രൈസ് അതായത് 14,000 മൈനസ് Y ആണ് ഇവിടുത്തെ ന്യൂ പ്രൈസ് പ്ലസ് എത്ര പെർസെന്റേജ് ഓഫ് GST ആണ് പറയുന്നത്,
12%. 12 by 100 into new price 14,000 minus y is equal to നമുക്ക് എന്താണ് is equal to നമ്മുടെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ നേരത്തെ അസ്യൂം ചെയ്ത പ്രൈസ് എത്രയാ കിട്ടിയേ 14,000. ആ 14,000 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 14,000 മൈനസ് y പ്ലസ് 0.12 into 14,000 minus 0.12 into y is equal to 14,000. That is ഇവിടെ എങ്ങനെ എഴുതിയേ, ഈ 12 by 100 നമുക്ക് 0.12 എന്ന് എഴുതാം അല്ലേ. ആ 0.12 ആദ്യം ഞാൻ എന്ത് ചെയ്തു, 14,000 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ ഇവിടുത്തെ സൈൻ എന്ന് പറയുന്നത് ഏതാ, ഈ പ്ലസും മൈനസും ചേരുമ്പോൾ ഇവിടെ മൈനസ് സൈൻ അല്ലേ. ദെൻ നെക്സ്റ്റ് 0.12 y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 0.12 y എന്ന് കിട്ടി. അതായത് നമ്മൾ ഇവിടുത്തെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ദെൻ ഇവിടെ 14,000 റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഉള്ള 14,000 ഈക്വൽ അല്ലേ, അപ്പോൾ അത് ക്യാൻസൽ ആയി പോകത്തില്ലേ. മൈനസ് y മൈനസ് 0.12 y ദെൻ മൈനസ് മൈനസ് സൈൻ വന്നാൽ എന്ത് ചെയ്യുക, പ്ലസ് ചെയ്തിട്ട് മൈനസ് സൈൻ ഇടുക. ഓക്കെ, ദെൻ മൈനസ് 1.12 y ദെൻ പ്ലസ് 0.12 ഇൻറ്റു 14,000. 0.12 ഇൻറ്റു 14,000 ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്, 1,680 is equal to 0. കാരണം റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള 14,000 ക്യാൻസൽ ആയി പോയല്ലേ, ഇനി അവിടെ എന്തേ ഉള്ളൂ 0. ഓക്കെ, ദെൻ മൈനസ് 1.12 y is equal to പ്ലസ് 1,680. റൈറ്റ് ഹാൻഡ് സൈഡ് പോകുമ്പോൾ എന്താവും, മൈനസ് 1,680. സോ ഈ മൈനസ് സൈനും എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് therefore y is equal to 1,680 by 1.12. 1,680 by 1.12 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ y കിട്ടും ₹1,500. ഇവിടുത്തെ y എന്ന് പറയുന്നത് എത്രയാ, ₹1,500. അങ്ങനെയാണെങ്കിൽ ദി റിക്വയർഡ് പ്രൈസ് റിഡക്ഷൻ, നമുക്ക് പ്രൈസ് റിഡക്ഷൻ വന്നത് എത്രയാ, ₹1,500 ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്, റിക്വയർഡ് പ്രൈസ് റിഡക്ഷൻ എന്ന് പറയുന്നത്. Therefore, the required reduction in price is equal to ₹1,500. ₹1,500 ആണ് ഇവിടെ വന്ന റിഡക്ഷൻ, പ്രൈസ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇന്നത്തെ സെക്ഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു.